അന്ന് ഇപ്പം അതും ജോയിൻ ചെയ്ത അവസ്ഥയിലാണ്. ഇന്നും ഇന്ന് 3 വർഷമായിട്ട് അവിടെ താമസിക്കുന്ന ആളുണ്ട് ഗവൺമെൻറ് UP സ്കൂളിൽ. ഞങ്ങൾ ഏത് ക്യാമ്പിലോട്ടാണ് പോവേണ്ടത്? ഇതുവരെയായിട്ടും ആരും വന്നില്ല. ഇതുവരെയും വന്നിട്ടില്ല. ഞങ്ങളുടെ പ്രകടനം നടന്നിട്ട് പോലും ഇവിടെ ആരും വന്ന് തിരിഞ്ഞു നോക്കിയില്ല. എന്താണ് ഈ പ്രദേശത്തുള്ള നിലവാരം എന്ന് പോലും ഏത് മെമ്പർമാരും ആരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ 4 ശിശുക്കളെയും കൊണ്ട് ഈ മാതാപിതാക്കൾ എവിടെ പോവാൻ? എവിടെയാണ് കയറി കിടക്കേണ്ടത്? ഈ കടൽക്ഷോഭവും എല്ലാം അറിയാം. പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. അവരെവിടെയാണ് പോവേണ്ടത്? ഒരു ആറ്റിനായിട്ട് അവർ പണിയില്ലാതെ നശിച്ച് ഓഗി വന്നതിനപ്പുറമായിട്ട് കടലിൽ പോകുന്നവർക്ക് ഭയങ്കര ക്ഷാമമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന വിഷയം. സ്ഥിരം കടലാക്രമണം ഇതുവരെയും ഇത് കടൽ കയറിയിട്ട് ഇതുവരെ അങ്ങോട്ട് കടൽ നീങ്ങിയിട്ടില്ല. അപ്പൊ ഈ അവസ്ഥയിൽ ഈ കുടുംബം എവിടെ പോയി താമസിക്കും? ബന്ധപ്പെട്ട അധികാരികൾ എന്താ പറയുന്നത്? ആരും വരുന്നില്ല, കണ്ണടച്ച് നിൽക്കുന്നു. വരുന്നില്ല ആരും. ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു വാടകയ്ക്ക് പോകണമെങ്കിൽ അതിന് പോലും സാമ്പത്തികം നമ്മുടെ അടുത്ത് ഇല്ല. ബന്ധപ്പെട്ടായിരുന്നു പഞ്ചായത്ത് മെമ്പർ എവിടെ? പ്രധാനപ്പെട്ട ചോദ്യമാണ് അശ്വിൻ. നമുക്ക് എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടി ബന്ധപ്പെടാം. എത്രയും പെട്ടെന്ന് അവരെ ആ സ്ഥലത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ്. ഞാൻ വിളിച്ചത് നിങ്ങളെ താമസിക്കാൻ പാടില്ല, കാരണം എനിക്ക് വിശ്വാസമുള്ള TV ആയതുകൊണ്ടാണ്. ദുർബലമാണ് അവിടുത്തെ അവസ്ഥ. നിങ്ങളെ വിളിച്ചിട്ടു. അപ്പൊ ഇവരെല്ലാരും കൂടെ ഈ വീട്ടിലെ വ്യക്തി ആ വീട്ടിലെ വ്യക്തി അപ്പുറത്തെ വീട്ടിലെ വ്യക്തി പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയി. ഞങ്ങൾക്ക് ഇതാണല്ലോ രൂപതയാണ്, ഞങ്ങൾ പള്ളിയാണ്, ഞങ്ങൾ വേറെ. ഞാൻ 4ാം ക്ലാസ്സേ ഉള്ളൂ. ഞാനാണ് ഇവിടെ തന്നെ താമസിക്കുന്നത് സുരക്ഷിതമല്ലല്ലോ. അപ്പൊ മാറി താമസിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാമ്പത്തികം ഇല്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാർ കടലിൽ പണിക്ക് പോകുന്നവരാണ്. അവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, മക്കളുടെ വിദ്യാഭ്യാസം നോക്കണം. പെട്ടെന്ന് ഒരു വീട് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് 50,000 രൂപ കൊടുക്കാനുള്ള കഴിവൊന്നും ഇല്ല ഞങ്ങൾക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പള്ളികളിൽ കയറി ഇറങ്ങുന്നത്. നമുക്ക് ബന്ധപ്പെട്ടവരെ കാണുന്നത്. പക്ഷെ ആരും ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. പട്ടിയുടെ വില പോലും ഞങ്ങൾക്ക് തരുന്നില്ല. തീർച്ചയായും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ വീടിൽ മുഴുവൻ വിള്ളലുകളാണ്. മാത്രമല്ല ഇത് ഏത് സമയം വേണോ ഇടിഞ്ഞു വീഴാം എന്നുള്ളതാണ്. ഇതൊരു വീടിന്റെ മാത്രം അവസ്ഥയല്ല, ഈ ഭാഗങ്ങളിൽ താമസിക്കുന്ന മുഴുവൻ കുടുംബങ്ങളുടെയും അവസ്ഥയാണ് ഇത് എന്നുള്ളതാണ്. എല്ലാ വീടുകളും ഇപ്പോൾ ഇത് മുൻപുണ്ടായിരുന്ന വീട് നേരത്തെ തന്നെ ഇടിഞ്ഞു പോയിരുന്നു. അതിനുശേഷം ഇപ്പോൾ അലക്സിന്റെ വീട്ടിലേക്ക് കടൽ കയറിയിരിക്കുന്നു. തൊട്ടപ്പുറത്തെ വീടുകളിലേക്ക് കടൽ കയറിയിരിക്കുന്ന ഒരു ഭാഗം, ഒരു സൈഡ് മുഴുവൻ തന്നെ കടലിന്റെ ഭാഗമായി അവിടേക്ക് ഇടിഞ്ഞു വീണു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് പഞ്ചായത്ത് അധികാരികളുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക. അശ്വിൻ നമ്പർ എടുത്ത് വിളിക്കുക. അതിനുശേഷം നമുക്ക് ലൈവിൽ വേണമെങ്കിൽ അവരെ കണക്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് നോക്കൂ, ആ ഉള്ളിലേക്ക് വരെ കയറി വരുന്നുണ്ട്. പ്രേക്ഷകർക്ക് കാണാം ആ ദൃശ്യങ്ങൾ. കടൽ ആ വീടിന്റെ ഒരു ഭിത്തി പൂർണ്ണമായിട്ടും എടുത്തുകൊണ്ട് പോയി. ഇനി ആ വീട്ടിൽ അവർ കഴിയുന്നത് സുരക്ഷിതമല്ല. എന്തുകൊണ്ടാണ് പഞ്ചായത്ത് അധികൃതർ ഇനിയും ഇവർക്ക് സുരക്ഷ ഉള്ള ഒരു ക്യാമ്പ് ഒരുക്കി കൊടുക്കാത്തത് എന്ന് മനസ്സിലാവുന്നില്ല. എത്രയും പെട്ടെന്ന് ഇവരെ അവിടെ നിന്ന് മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. പൊഴിയൂരിൽ കടലാക്രമണം രൂക്ഷമാണ്. പൊഴിയൂരിലുള്ള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമുക്കൊപ്പം ഉണ്ട്, ശ്രീ മേരി മാം. നമസ്കാരം. നമ്മൾ ഈ പൊഴിയൂരിൽ നിൽക്കുമ്പോൾ അവിടെ കടലാക്രമണം രൂക്ഷമാണ്. അവിടെ കുറച്ചുപേർ ഇപ്പോഴും ആ അപകടാവസ്ഥയിലുള്ള വീട്ടിൽ കഴിയുന്നുണ്ട്. ഇവരെ ക്യാമ്പിലേക്ക് മാറ്റണ്ടേ? മാറ്റണം. എന്താ മാറ്റാത്ത? നമ്മള് ഇന്നലെ അത് പ്രസിഡന്റായിട്ടൊക്കെ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇന്ന് ക്യാമ്പ് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞതാണ്. നിലവിൽ മാം അവിടെ ക്യാമ്പ് സജ്ജമാണോ? നേരത്തെ സജ്ജമാണ്. നമുക്ക് എപ്പോ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇന്ന് അതിന്റെ അടിയന്തരാവസ്ഥ മനസ്സിലാക്കി ഇന്ന് അതിന്റെ ക്യാമ്പ് നോക്കൂ. ഇപ്പോ ആ വീടിന്റെ പാതി ഭാഗം ഇടിഞ്ഞു പോയി. അവിടെ കൊച്ചുകുട്ടികളടക്കം ഉണ്ട്. കുറെ അധികം വീടുകളിലെ ആൾക്കാർ അവർ പുറത്തിറങ്ങി ചോദിക്കുക ഞങ്ങൾ എങ്ങോട്ട് പോകണം എന്ന്. അതെ അതെ, നമ്മൾ അവരൊപ്പം ഉണ്ട്, ജനങ്ങൾക്കൊപ്പം ഉണ്ട്. നമ്മളിന്ന് ക്യാമ്പ് തുടങ്ങും. അല്ല, അവരോട് ഇപ്പൊ നമ്മൾ എന്താ പറയേണ്ടത് മാം? ക്യാമ്പ് തുടങ്ങാന്ന് പറഞ്ഞാൽ മതി. അല്ല, അവരിപ്പോ എന്ത് ചെയ്യണം? നമ്മളിപ്പോ ക്യാമ്പ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. നമ്മുടെ മെമ്പർമാരും പ്രസിഡന്റുമായിട്ട് ഇന്ന് അടിയന്തരമായിട്ട് ക്യാമ്പ് തുടങ്ങണമെന്ന് പറഞ്ഞ് അപ്പൊ ക്യാമ്പ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ അവരെ മാറ്റി പാർപ്പിക്കും. അപ്പൊ ഇവരിപ്പോ തൽക്കാലം അവിടെ നിന്ന് മാറണ്ടേ? ബന്ധു വീടുകളിൽ മാറാനായിട്ട് പറഞ്ഞിട്ടുണ്ട് തൽക്കാലത്തേക്ക്. എന്നിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോകും. ഇന്ന് തന്നെ ക്യാമ്പ് ഓപ്പൺ ആക്കും അല്ലേ? അതെ അതെ അതെ. ഓക്കെ. പൊഴിയൂർ വൈസ് പ്രസിഡന്റാണ് നമുക്കൊപ്പം ഉള്ളത്. അശ്വിൻ, നമ്മൾ വൈസ് പ്രസിഡന്റിനെ വിളിച്ചു. ഇന്ന് തന്നെ ക്യാമ്പ് ഓപ്പൺ ആക്കാമെന്ന് പറയുന്നു. വൈകുന്നേരത്തോടു കൂടി ക്യാമ്പ് ഓപ്പൺ ആകുമെന്നാണ് പറയുന്നത്. അത് അവരെ ഒന്ന് അറിയിച്ചോളൂ. അത് നമ്മളിപ്പോ വൈസ് പ്രസിഡന്റ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അജിത് നമ്പറാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റി നിങ്ങളോട് ബന്ധുവീട്ടിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനൊക്കെ
ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ക്യാമ്പ് തുറക്കാൻ പറഞ്ഞു. അല്ല, ബന്ധു വീട്ടിൽ നമ്മൾ ഒറ്റ ക്യാമ്പ് തുറന്നാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്തു തരും? അതാണ് പ്രധാനം. നമുക്ക് ക്യാമ്പ് തുറന്ന് തരുന്നവര് ക്യാമ്പ് തന്ന് നമുക്ക് എല്ലാ കുട്ടികളെയും കൊണ്ട് നമുക്ക് സുരക്ഷിതരല്ല. അവിടെ നമ്മൾ ബന്ധു വീട്ടിൽ നമ്മൾ മാത്രമാണെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ. നമുക്കിപ്പോൾ 4-5 മക്കളുണ്ട്. എൻ്റെ അമ്മ ഒരു വികലാംഗിയാണ്. എൻ്റെ അമ്മേനെ കൊണ്ട് എനിക്ക് എല്ലാ വീടുകളിലും ക്യാമ്പിൽ പോയി ഇരിക്കാനുള്ള അവസ്ഥയും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഗവൺമെന്റിനോട് ഒന്നേ അപേക്ഷിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വീട് കണ്ടെത്തി ഞങ്ങളെ സുരക്ഷിതരാക്കുക. എല്ലാവർക്കും നഷ്ടപ്പെട്ട എല്ലാവർക്കും ഓരോ ഭവനങ്ങൾ വേണം. അല്ലാതിരുന്ന ഇനി ഞങ്ങളുടെ തലമുറകളെ ഞങ്ങളോടൊപ്പം നശിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഇവിടെ എത്ര കുടുംബങ്ങളാണ് താമസിക്കുന്നത്? എവിടെ? ഇവിടെ ഏകദേശം തീരത്ത്, അത് വികാരി അച്ഛനോട് ചോദിച്ചാലേ പറയാൻ പറ്റും. ഏകദേശം ഒരു 1500 കുടുംബം ഈ തീരപ്രദേശത്തുണ്ട്. അത് ഇപ്പൊ ഇത് ബാധിച്ചിരിക്കുന്നത് എത്ര പേരാണെന്ന് ചോദിക്കും. റോഡിന്റെ പടിഞ്ഞാറ് സൈഡ് 1500ഓളം കുടുംബമുണ്ട്. ഇപ്പോ ഈ കടലാക്രമണത്തിൽ വീട് തകർന്ന് എത്ര പേരാ ഉള്ളത്? ഇത് മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്നത്? മൊത്തത്തിൽ ഇപ്പം ബാധിച്ചിരിക്കുന്ന ഇപ്പൊ ഇതാണ്ട് ഈ വീട് കഴിഞ്ഞാൽ 2 പേര് വീട്, ഏകദേശം ഒരു 75 വീടുകൾ ഉണ്ടാവും. വീടുകളിൽ ഇന്നലെ ഈ കടൽ കയറി സ്ഥിരം വരികയില്ലേ? ഇന്നലെ അല്ലല്ലോ, ഇപ്പൊ 2 ആഴ്ച ആയില്ലേ ഈ കടലാക്രമണം തുടങ്ങിയിട്ട്. അപ്പൊ എല്ലാ ദിവസവും കടലിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീടിൽ നിന്ന് 3ാമത്തെ വീടാണ്. എൻ്റെ വീടിന്റെ മതിലും വീട് എല്ലാം ഇതുപോലെ എല്ലാം ഈ റോഡ് വരെ, റോഡിന്റെ പടിഞ്ഞാറ് സൈഡുള്ള എല്ലാ വീടുകാരും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുൺ, ഇതാണ് പറ്റാത്ത അവസ്ഥയാണ്. മക്കളൊക്കെ ഭയങ്കര കരച്ചിലാണ്, പേടിച്ചിട്ട്. അവരെ പറയും നമുക്കിവിടെ നിന്ന് മാറാനുള്ള സാമ്പത്തികം നമുക്കില്ല. രാവിലെ ഇന്ന് വ്യാപിക്കാൻ പോലും സ്ഥലമില്ലാതെ വിശന്നാണ് ഇരിക്കണത് ഈ മക്കള്. 1-2 മക്കളാണ്, 4 മക്കളെ ഒരു കുടുംബം കൊണ്ട് എവിടെ പോയി താമസിക്കാൻ പറ്റും? ഒരു ഭവനത്തിൽ 2-3 കുടുംബം താമസിക്കും. രാവിലെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല. എന്തെങ്കിലും വേണം, ഭക്ഷണം എന്തെങ്കിലും വേണം കഴിക്കും? വേണ്ട. പേടിയുണ്ടോ ഇവിടെ നിൽക്കാനായിട്ട്? കണ്ട് ശീലമായല്ലേ? ഇതാണ് ഇവരുടെ അവസ്ഥ എന്നുള്ളതാണ്. തികച്ചും ദയനീയമാണ് ഇവരുടെ അവസ്ഥ. ഈ കടലാക്രമണം, ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ, സ്വസ്ഥമായി തന്നെ വീട്ടിൽ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥ. ഓൾറെഡി നമുക്കറിയാം മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വിലക്കുണ്ട്. 29 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. മൊത്തത്തിൽ തീരപ്രദേശങ്ങളിൽ ഇപ്പോൾ ഒരു വറുതിയുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടം എങ്ങനെ അതിജീവിക്കും, ജീവനോടെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടാക്കി തരണം. എങ്ങനെയെങ്കിലും ഇവരുടെ ഈ പ്രശ്നത്തിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കണം. ഒന്നുകിൽ ഇവരെ ഇവിടെ നിന്ന് മാറ്റി ഒരു പുതിയൊരു സ്ഥലത്തേക്ക് നിർഭാഗ്യകരമായ കാര്യം, പഞ്ചായത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ ചർച്ച ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കടലാക്രമണമുണ്ട്. നോക്കൂ, ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണണം. പൊഴിയൂരില് വീട് തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. പഞ്ചായത്ത് ഇതുവരെയും ക്യാമ്പ് ഓപ്പൺ ആക്കിയിട്ടില്ല. ക്യാമ്പ് ഓപ്പൺ ആക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മഴക്കാലം വരുന്നുവെന്നും കാലവർഷം മുന്നറിയിപ്പുണ്ടായിരുന്നതെന്നും കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ക്യാമ്പുകൾ സജ്ജമാക്കുന്നുവെന്ന് സർക്കാർ പറഞ്ഞിരുന്നതാണ്. പൊഴിയൂരിൽ കടലാക്രമണം നടന്ന് വീടുകൾ തകർന്ന് 75ഓളം വീടുകളുണ്ട്. അതിലെ ചില വീടുകളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കുഞ്ഞു മക്കളടക്കം അവിടെ നിൽക്കുന്നുണ്ട്. ഏത് സമയത്തും കടൽ കടന്നു വരാവുന്ന സാഹചര്യമാണ്. നോക്കൂ, തൊട്ട് മുന്നിലേക്ക് കടലെത്തുന്നില്ലേ? അവരുടെ വീടിന്റെ പല ഭാഗങ്ങൾ പിടിഞ്ഞു വീണിട്ടില്ല. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ആ സ്ഥലത്ത് അന്തി ഉറങ്ങുക? ആര് സമാധാനം പറയും? ഇപ്പോഴും പഞ്ചായത്ത് അധികൃതര് അഷിനുണ്ട്, അവർക്കൊപ്പം അഷിൻ എനിക്കൊന്ന് കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ നിന്ന് മാറ്റാവുന്നതാണ്. കാര്യം എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ ഇടിഞ്ഞു വീഴാവുന്ന നിലയിലല്ലേ? അരുൺ, തീർച്ചയായും ഞാനിപ്പോൾ നിലവിൽ ഇവിടെ നിന്നും കുട്ടികളെ മാറ്റിയാണ്. കാരണം ഈ വീട് എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പതിക്കാൻ അസ്ഥിവാരം. അപ്പോൾ സാറിപ്പോൾ നിലവിലെ ഇവരെ ഇവിടെ നിന്ന് മാറ്റാൻ എന്തെങ്കിലും നടക്കും? നിലവിൽ ഇവർ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള എന്തെങ്കിലും നടപടിയായിട്ടുണ്ടോ? നമ്മൾ അന്വേഷിക്കട്ടെ, ചോദിച്ചിട്ട് പറയാം. ഇത് നേരത്തെ മുതൽ തന്നെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതാണ്, തീരപ്രദേശത്തുള്ളവർ മാറി താമസിക്കുന്ന ക്യാമ്പിലേക്ക് മാറണം എന്നൊക്കെ. പക്ഷേ ഇവർക്ക് ഇതുവരെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ ക്യാമ്പ് പോലും തുടങ്ങിയിട്ടില്ല. അവരായിട്ട് അറിയിക്കുന്നുണ്ടോ? സംസാരിച്ചറിയിക്കുന്നു. ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഇത് അറിഞ്ഞു വന്നതാണോ? അതെ. അല്ല ഞങ്ങൾ ഈ ഇങ്ങനത്തെ ഒരു സംവിധാനം വരുമ്പോൾ റൊട്ടീൻ നമ്മളൊരു ചെക്കിംഗ് ഉണ്ട്. പോലീസിൻ്റെ പെട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. എന്തായാലും അരുൺ, ഇവരൊക്കെ ഇവിടെ നിന്നും ഇവരെ മാറ്റുന്നതിനുള്ള നടപടികളൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. നിരുത്തരവാദമായ ഒരു നടപടിയാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം നേരത്തെ തന്നെ കാലവർഷം അതിന്റെ മുന്നറിയിപ്പുകൾ, കടലാക്രമണ മുന്നറിയിപ്പുകളെല്ലാം തന്നെ പറഞ്ഞിരുന്നതാണ്. ഈ കുടുംബങ്ങളെ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ക്യാമ്പുകൾ സജ്ജമാക്കണം. ഈ സ്ഥലത്തേക്ക് ഇതേപോലെ ആക്രമണം ഉണ്ടാകും എന്നൊക്കെ ഉറപ്പുള്ളതല്ലേ? ഈ വീട്